കർണാടകയിലെ മിലിറ്ററി ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മട്ടൺ സാമ്പാർ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത്, 8 മുതൽ 10 വരെ വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, ഇത്രയും ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ സെയിം പ്രഷർ കുക്കറിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിയിലേക്കൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 കിലോ മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഈ മട്ടൺ ഈ മസാലയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇങ്ങനെ കുറച്ചു നേരം മസാലയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്കുണ്ടാവുക. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇത്രയും നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ചേർക്കാം. അതുപോലെ തന്നെ 4 ഗ്രാമ്പൂ, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഈ സമയം കൊണ്ട് മട്ടനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും സവാളയും ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം ചേർന്ന പേസ്റ്റ് നമുക്ക് ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 8 വിസിൽ വരെ നമുക്കൊന്ന് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് സമയത്തിലൊക്കെ വ്യത്യാസം വരാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയ്ക്ക് മുകളിലൊക്കെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിലിറ്ററി ഹോട്ടൽ സ്റ്റൈലിലുള്ള മട്ടൺ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ ചപ്പാത്തി, റൊട്ടി, അപ്പം, ഇടിയപ്പം, ഗീ റൈസ്, ജീര റൈസ്, അല്ലെങ്കിൽ റാഗി മുദ്ദ, ഇതെല്ലാത്തിൻ്റെയും കൂടി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.